വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. ഇന്നത്തെ നമ്മുടെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ GS സെഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ സെഷനാണ്. അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ സെഷനാണിത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് വരിക. അപ്പോൾ അവിടെ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. സെഷനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ നമുക്ക് ബേസിക് ക്ലാസ്സസ് മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും, സർക്കിൾസ് അതും ഉണ്ടായിരിക്കും. അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരയ്ക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ലെവലിൽ നമുക്ക് ബേസ് ലെവൽ, അതായത് പ്രിലിംസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നതെങ്കിൽ, എക്സ്ട്രീം വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ ആയിരിക്കും അവിടെ കിട്ടുക. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്. എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകളുണ്ടാകും. മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്രോഗ്രാംസ്, അതുപോലെ ഈ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനൊക്കെ എക്സ്പേർട്ടാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ എല്ലാ പ്രോഗ്രാംസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ SSC അതുപോലെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അവിടെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കൺട്രീസ് വെയർ പോളിഷ്ഡ് റൈസ് ഇസ് ദ മെയിൻ സീരിയൽ ഇൻ ദെയർ ഡയറ്റ്, പീപ്പിൾ സഫർ ഫ്രം ഡാഷ്. ഓക്കെ, അപ്പോൾ ഇത് മുൻ വർഷം ഡൽഹി പോലീസ് SIക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമുക്ക് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ A ഓസ്റ്റിയോ മലേഷ്യ, ദെൻ ഓപ്ഷൻ B വരുന്നത് പെല്ലാഗ്ര, ഓപ്ഷൻ C സ്കർവി ആൻഡ് ഓപ്ഷൻ D വരുന്നത് ബെറിബെറി. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, ബെറിബെറി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോളിഷ്ഡ് റൈസ് ഡയറ്റിൽ മെയിൻ സീരിയലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കൺട്രീസിൽ അവിടെയുള്ള ആൾക്കാർ സഫർ ചെയ്തിരുന്ന ഡിസീസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ബെറിബെറി ആണ്. ഓക്കെ, അപ്പോൾ ബെറിബെറി, അപ്പോൾ എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു ബെറിബെറി ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, തയാമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബെറിബെറി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ ഒരു അവരുടെ ഡയറ്റിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് അതായത് ഫുഡ് ഐറ്റം റൈസാണ്. അതായത് അവരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ഈ പറയുന്ന പോളിഷ്ഡ് റൈസ്. ഓക്കെ, അപ്പോൾ ഈ പോളിഷ്ഡ് റൈസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു വൈറ്റമിൻ ബിയുടെ കണ്ടന്റ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ഇറ്റ് ലാക്സ് വൈറ്റമിൻ B1. അപ്പോൾ ആ കാരണം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബെറിബെറി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ റൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ തിരിക്കാം, അതായത് പോളിഷ്ഡ് ആൻഡ് അൺപോളിഷ്ഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ അൺപോളിഷ്ഡ് റൈസാണ് ബ്രൗൺ റൈസ്. അപ്പോൾ ഈ ഒരു ബ്രൗൺ റൈസ് എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള റൈസാണ് ഈ ഒരു ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ മെയിനായിട്ടും വൈറ്റമിൻ A അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ B ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അപ്പോൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള റൈസാണ് ബ്രൗൺ റൈസ് അഥവാ അൺപോളിഷ്ഡ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തയാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1ൻ്റെ പ്രസൻസ് ഉണ്ട്. അതായത് ഹസ്കിലാണ് ആ ഒരു തയാമിൻ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ,
പക്ഷേ പോളിഷ്ഡ് റൈസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ലാക്സ് ദ ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിഷ്ഡ് റൈസിനെ നമുക്ക് വേണമെങ്കിൽ പ്രോസസ്ഡ് ഫുഡിന് എക്സാമ്പിളായിട്ട് പറയാം. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രോസസ്ഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ സ്റ്റേപ്പിൾ ഫുഡാണ് പോളിഷ്ഡ് റൈസ്. അപ്പോൾ അവിടെ വൈറ്റമിൻ B1 ലാക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ബെറി പിടിപെടുന്നു. ഓക്കെ, മറ്റ് ഓപ്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് ബോൺസ് ആണ്. സോഫ്റ്റനിങ് ഓഫ് ബോൺസ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് വൈറ്റമിൻസ് ആ ഒരു സെഷനിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെഷൻ കണ്ടു നോക്കുക. ഓക്കെ, സോഫ്റ്റനിങ് ഓഫ് ബോൺസ് ആണ് ഈ ഒരു ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കർവി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, സ്കർവി പിടിപെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പെല്ലാഗ്ര എന്ന് പറയുമ്പോൾ നയാസിൻ്റെ കുറവ് കൊണ്ടാണ് പെല്ലാഗ്ര പിടിപെടുന്നത്. നിയാസിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് പെല്ലാഗ്ര പിടിപെടുന്നത്. സോഫ്റ്റനിങ് ഓഫ് ബോൺസ് ആണ് ഓസ്റ്റിയോമലേഷ്യ. ബെറി നമ്മൾ ഓൾറെഡി ക്വസ്റ്റനിൽ കണ്ടു. വൈറ്റമിൻ B1 അഥവാ തയാമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, പോളിഷ്ഡ് റൈസ് മെയിൻ സീരിയലായി വന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ, മെയിൻലി ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പീപ്പിൾ സഫർ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, ബെറി. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഡൽഹി പോലീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബോറ is a common variety of glutinous rice. It is mainly found in, okay, glutinous rice. ഓക്കെ, ഇത് ആക്ച്വലി സീറ്ററ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബോറ അല്ലെങ്കിൽ ബോറോ എന്നും പറയപ്പെടുന്നു. ഓക്കെ, ഈ ഒരു വെറൈറ്റി ഗ്ലൂട്ടിനസ് റൈസ് ആണ്. അപ്പോൾ ഇത് മെയിൻലി കാണപ്പെടുന്ന താഴെ പറയുന്ന സ്റ്റേറ്റ്സിൽ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആസാം, ഓപ്ഷൻ B ബീഹാർ, ഓപ്ഷൻ C ഒഡീഷ ആൻഡ് ഓപ്ഷൻ D തമിഴ്നാട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ബോറ അഥവാ ബോറോ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി കാണപ്പെടുന്നത് ഓപ്ഷൻ A ആണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ആസാം. ഓപ്ഷൻ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് റൈസിനെ ഒരു 2-3 നമുക്ക് തിരിക്കാം. 3 വെറൈറ്റീസ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന ബോറ. അപ്പോൾ നമുക്ക് ആ വെറൈറ്റീസ് ഒന്ന് നോക്കാം. അപ്പോൾ ബേസ്ഡ് ഓൺ ക്ലൈമറ്റ്, ഓക്കെ, ക്ലൈമറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റൈസിൻ്റെ വെറൈറ്റീസ്. അതിൽ ഒന്നാമത് വരുന്നത് അഗഹാൻ അല്ലെങ്കിൽ അമൻ എന്ന വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റൈസ് വെറൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വിൻ്റർ ആ ഒരു ക്ലൈമറ്റിലാണ് ഇതിൻ്റെ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു വിൻ്റർ വെറൈറ്റി റൈസാണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള ഇന്ത്യയിലെ റൈസ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 86% പ്രൊഡക്ഷനും ഈ ഒരു വെറൈറ്റിയുടെ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 86% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ ഇന്ത്യ ഈസ് ഫ്രം ദിസ് വെറൈറ്റി. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി റൈസ് വെറൈറ്റി നോക്കാം. കുവാരി അല്ലെങ്കിൽ ഓസ് എന്നറിയപ്പെടുന്നതാണ് രണ്ടാമത്തെ റൈസ് വെറൈറ്റി. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഏത് സീസൺ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടമാണ്. അപ്പോൾ ഇത് ഓട്ടംനൽ വെറൈറ്റി എന്ന് വിളിക്കാം ഇതിനെ. ഓട്ടംനൽ വെറൈറ്റി.
ഓക്കെ, മൂന്നാമത്തെ വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട വെറൈറ്റി ആയിട്ടുള്ള ബോറ അഥവാ ബോറോ. ബോറ അല്ലെങ്കിൽ ബോറോ എന്ന് പറയുന്ന ഈ ഒരു മൂന്നാമത്തെ വെറൈറ്റി നോക്കുവാണെങ്കിൽ അത് ഏത് സീസൺ അല്ലെങ്കിൽ ഏത് ക്ലൈമറ്റിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സമ്മറാണ്. അപ്പോൾ ഇതൊരു സമ്മർ വെറൈറ്റി റൈസ് ആണ്. സമ്മർ വെറൈറ്റി. ഓക്കെ, സമ്മർ വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ബോറ റൈസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിലൊരു പ്രത്യേകത നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ കിടപ്പുണ്ട്. ഗ്ലൂട്ടിനസ് റൈസ് ആണ്. ഓക്കെ, ഗ്ലൂട്ടിനസ് റൈസ് ആണ്. അതുപോലെ നോക്കുവാണെങ്കിൽ മൊത്തം ഇന്ത്യ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റൈസ് കൾട്ടിവേറ്റിംഗ് ഏരിയയിൽ ആകെ 1% ഏരിയയിൽ മാത്രമേ ഈ ഒരു വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും ആ ഒരു ബോറയുടെ കേസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിൻ്റാണ്. കൾട്ടിവേറ്റഡ് only in 1% of rice cultivating area. അപ്പോൾ 3 വെറൈറ്റീസാണ് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട് 3 വെറൈറ്റീസാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗഹാനി അല്ലെങ്കിൽ അമൻ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ വെറൈറ്റി, അതായത് വിൻ്റർ വെറൈറ്റിയാണ്. രണ്ടാമത് കുവാരി അല്ലെങ്കിൽ ഓസ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഓട്ടംനൽ വെറൈറ്റിയാണ്. മൂന്നാമത് കണ്ടത് ബോറ അല്ലെങ്കിൽ ബോറോ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റിയാണ്. അത് സമ്മർ വെറൈറ്റിയാണ്. ഓക്കെ, ഗ്ലൂട്ടിനസ് റൈസാണ്. അതുപോലെ തന്നെ മൊത്ത കൾട്ടിവേഷൻ അല്ലെങ്കിൽ റൈസ് കൾട്ടിവേറ്റിംഗ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളി 1% ഏരിയയിൽ മാത്രം ഈ ഒരു വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 വെറൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ കാണപ്പെടുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് ഏത് സ്റ്റേറ്റാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിയാൽ അസമാണ്. ഓക്കെ, ബോറ മാത്രമല്ല ഈ 3 വെറൈറ്റിയും മേജർലി കാണപ്പെടുന്നത് അസമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് കൺട്രി ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ഇൻ ദ വേൾഡ്? വേൾഡിൽ ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വന്നിട്ട് റഷ്യ, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ചൈന ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ചൈനയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ചൈന. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ഏത് രാജ്യമാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ഇൻ ദ വേൾഡ്. മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് റഷ്യ ആൻഡ് ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് USA. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു റാങ്കിങ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചൈനയാണ്, പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യ, അതുപോലെ മൂന്നാമത് റഷ്യ ആൻഡ് ദെൻ USA. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ UP ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, അതുപോലെ രാജസ്ഥാനുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ ടോപ്പ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇപ്പോൾ വീറ്റ് ഇപ്പോൾ ഏത് ടൈപ്പ് ക്രോപ്പാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റാബി അല്ലേ, ക്രോപ്പ് ടൈപ്പ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീറ്റ് ഏതാണ്? റാബി ക്രോപ്പാണ്. ഓക്കെ, പിന്നെ എങ്ങനെയുള്ള കണ്ടീഷൻ, ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് ഇവ വളർന്നു വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേറ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനാണ് ഇവരുടെ ആ ഒരു ഗ്രോത്തിന് ഫേവറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേറ്റ് റീജിയനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ടെമ്പറേച്ചർ ഇവരുടെ ഗ്രോത്തിന് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് നോക്കുവാണെങ്കിൽ
ഇപ്പോൾ ടെമ്പറേച്ചർ റേഞ്ച് നോക്കുവാണെങ്കിൽ 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവരുടെ കൾട്ടിവേഷന് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഒരു ഹൈ ടെമ്പറേച്ചറിലും ഇവരുടെ ഗ്രോത്തിന് ഫേവറബിൾ ആണ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ കൾട്ടിവേഷന് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 15 to 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ റെയിൻഫോൾ. ഇപ്പോൾ റെയിൻഫാൾ നോക്കുവാണെങ്കിൽ 50 to 75 സെൻറ്റിമീറ്റർ റെയിൻഫാൾ ഇവരുടെ ഗ്രോത്തിന് റിക്വയർഡ് ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ക്രോപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ക്രോപ്പ് ഡ്യൂറേഷൻ എത്ര വരും നോക്കിക്കഴിഞ്ഞാൽ ഒരു 110-130 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീറ്റിൻ്റെ ചില വെറൈറ്റീസ് അതും കൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീറ്റ് വെറൈറ്റീസ് നോക്കുവാണെങ്കിൽ കല്യാൺ സോന, അതുപോലെ സൊനാലിക, ഷർബതി സൊണാറ, ഇവയെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീറ്റ് വെറൈറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കൺട്രിയാണ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസർ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചൈനയാണ്. ഓക്കെ, ഇത് ആക്ച്വലി NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൾസ് അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2021-22 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ വന്നിട്ട് ഗുജറാത്ത്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഉത്തർപ്രദേശ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? അതായത് പൾസ്, ഏറ്റവും കൂടുതൽ പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശാണ് റൈറ്റ് ആൻസർ. പൾസസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മേജർ പൾസ് വെറൈറ്റീസ് അല്ലെങ്കിൽ പൾസസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂങ്ക്, അതുപോലെ തന്നെ അർഹർ, ഉറഡ്, ഗ്രാം, ഇവയൊക്കെയാണ് മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പൾസുകൾ. ഓക്കെ, അപ്പോൾ പൾസുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആണല്ലേ. അപ്പോൾ റിച്ച് ഇൻ പ്രോട്ടീൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഗ്രോ ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ നോക്കുവാണെങ്കിൽ മോയ്സ്ചർ ലെസ് ആയിട്ടുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നീഡ് ലെസ് മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ ഡ്രൈ കണ്ടീഷനിൽ ഇവർ സർവൈവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയനിലെ ഐഡിയൽ ക്രോപ്പ് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പൾസസ് ആണ്. ഓക്കെ, ഐഡിയൽ ക്രോപ്പ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെസ് മോയ്സ്ചറിലും ഡ്രൈ കണ്ടീഷനിലും സർവൈവ് ചെയ്യുന്നു. സോ ഐഡിയൽ ക്രോപ്പ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഇന്ത്യ. ഓക്കെ,
നമ്മൾ മെയിനായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന പൾസസ് ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അർഹർ, മൂങ്ക്, ഉറഡ്, ഗ്രാം തുടങ്ങിയവയാണ് മെയിനായിട്ടുള്ള ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന പൾസസ്. ഓക്കെ, ഇതിൽ അർഹർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, എക്സെപ്റ്റ് അർഹർ, ഓക്കെ, അർഹർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പൾസുകളെല്ലാം തന്നെ ലെഗ്യുമിനസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ, എക്സെപ്റ്റ് അർഹർ ഓൾ അതേഴ്സ് ആർ ലെഗ്യുമിനസ്. അപ്പോൾ അർഹറിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പൾസസുകളെല്ലാം തന്നെ ലെഗ്യുമിനസ് ആയതുകൊണ്ട് തന്നെ അവ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിക്ക് സഹായകമാകുന്നു, അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എക്സെപ്റ്റ് അർഹർ ഓൾ അതേഴ്സ് ആർ ലെഗ്യുമിനസ്, അതുകൊണ്ട് തന്നെ ദേ ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. ഓക്കെ, സോയിൽ ഫെർട്ടിലിറ്റി അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ നമുക്കവിടെ നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് വേൾഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പൾസസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏത് കൺട്രിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഓക്കെ, അതായത് മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ 25%. ഗ്ലോബൽ പ്രൊഡക്ഷന് 25% ഇന്ത്യ. അതുപോലെ തന്നെ കൺസ്യൂമർ ലാർജസ്റ്റ് കൺസ്യൂമർ എന്ന് പറയുന്നതും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ കൺസംഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 27%. ടോട്ടൽ കൺസംഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 27%. അതുപോലെ ഇമ്പോർട്ട്, ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഗ്ലോബൽ അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പോർട്ടിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14%. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പൾസസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ എന്തായിരുന്നു? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൾസസ് താഴെ പറയുന്നതിൽ ഏതാണ് അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2021-22 ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഇസ് ദ മോസ്റ്റ് ഡോമിനൻറ്റ് പൾസ് but only with the share of around 40% in the total production. താഴെ പറയുന്ന പൾസസിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള പൾസ് ഏതാണ്? എന്നാൽ ഡോമിനൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ ടോട്ടൽ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ 40%. ഓക്കെ, അപ്പം ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ വന്നിരിക്കുന്നത് മൂങ്, ഓപ്ഷൻ ബി ഗ്രാം, ദെൻ ഓപ്ഷൻ സി വന്നിരിക്കുന്നത് ഉറഡ് ആൻഡ് ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് അർഹർ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? Share of around 40% in the total production. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, ഗ്രാം ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഗ്രാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ ഉറഡ്, അതുപോലെ തന്നെ അർഹർ. അർഹറിൻ്റെ മറ്റൊരു പേരുണ്ട്, അർഹർ എന്ന് മാത്രമല്ല തുർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അർഹർ എടുത്തു കഴിഞ്ഞാൽ ഒരു 15 to 20% ആണ് അതിൻ്റെ ഒരു ഷെയർ. ഓക്കെ, 15 to 20%. ഓക്കെ, അതുപോലെ ഉറഡ് നോക്കുവാണെങ്കിൽ ഉറഡിൻ്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് മട്ട്പേ. ബ്ലാക്ക് മട്ട്പേ നോക്കുവാണെങ്കിൽ അതിൻ്റെ അത് ഒരു
8 to 10% ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന 8 to 10% ആണ് ഈ പറയുന്ന ഉറഡ്. പിന്നെ അർഹർ വരുന്നത് 15-20%, 40% വരുന്നത് ഗ്രാമാണ്. അപ്പോൾ ഡോമിനൻ്റ് പൾസ് ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് കൂടി നമുക്ക് നോക്കാം. ലീഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഡിങ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ആൻഡ് കർണാടക. അപ്പോൾ ഇവരാണ് ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് പൾസ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഡോമിനൻ്റ് പൾസ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് സെഷനാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന സെഷനിൽ കാണാം. അപ്പോൾ ഇനി മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെഷൻ കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെഷൻ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരേക്കും ബൈ.